നമസ്കാരം. ഒരു വിവാഹമായിക്കോട്ടെ, ഒരു കുഞ്ഞിന്റെ നൂലുകെട്ടായിക്കോട്ടെ, അങ്ങനെ എന്തൊരു ആഘോഷം വരുമ്പോഴും മലയാളികൾ ആദ്യം ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം തിരയുന്നത് എന്താണ് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏകദേശം 8,000-ഓളം രൂപ ഒറ്റയടിക്ക് കൂടുന്നു. ഇന്നിപ്പോൾ സ്വർണത്തിന്റെ വില കുറയുന്നു. അപ്പോൾ ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത്തരത്തിൽ സ്വർണത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ വലിയ രീതിയിൽ പ്രതിസന്ധിയായി മാറാറുണ്ട്. അതേപോലെ തന്നെ സാധാരണക്കാരെ പോലെ തന്നെ ഏറ്റവും വലിയ ഒരു ആശങ്കയായി നിൽക്കുന്ന മറ്റൊരു വിഭാഗം കൂടെയുണ്ട്. അതായത് സ്വർണത്തിന്റെ ചെറുകിട വിൽപ്പനക്കാർ. അത്തരക്കാരെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നത് അന്വേഷിച്ചിറങ്ങിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്തരത്തിലൊരു കടയിലാണ്. ചേട്ടാ, കഴിഞ്ഞ ദിവസം 8,000-ലധികം രൂപയാന്ന് തോന്നുന്നു ഒറ്റയടിക്ക് കൂടിയത്, ഇന്നിപ്പോ കുറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിക്കും ഈ ഒരു വില മാറ്റത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ? അതായത് വിലക്കയറ്റം കാരണം നമുക്ക് കച്ചവടം കുറവ്. എന്തുകൊണ്ടാണ് വില കൂടിയെന്നാണ് ചോദിച്ചാൽ അല്ല, കച്ചവടത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ. കച്ചവടം ടോട്ടലി പാരാലിസ് ആയി. 1,00,000-ലധികം ആയി കഴിഞ്ഞു. 1,31,000 ആയി. ആരും വലുതായിരുന്നു വാങ്ങിക്കാൻ വരാറില്ല. അതോ വന്നാൽ പോലും ചെറിയ ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി സാധാരണഗതിയിൽ ഇങ്ങനെ വിലക്കയറ്റം കുറയുകയും ചെയ്യുന്നപ്പോൾ സാധാരണ ഒരു വലിയ ഷോറൂമിലാകുമ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. പക്ഷെ ചെറുകിട വിൽപ്പനക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് വളരെ കുറവാണ്. സാധാരണ ഇപ്പം വില കൂടുമ്പം ആൾക്കാർ വിൽക്കാനാണ് വരാറ്. കുറയുമ്പോഴാണ് എല്ലാവരും വാങ്ങിക്കാൻ പറ്റുന്നത്. ഇപ്പൊ അതാണ് ഇപ്പൊ വിൽക്കാനും ആരുമില്ല, വാങ്ങിക്കാനും ആരുമില്ല. ഒരു 10-15 ദിവസമായി. പെട്ടെന്ന് കാര്യം വില മാറുമ്പോൾ ആരും വാങ്ങിക്കാൻ പറ്റില്ല. ഇന്ന് 2,000 രൂപ കുറഞ്ഞു, ഇന്നലെ 4,000 രൂപ കൂടി, അതിൻ്റെ തലേദിവസം 8,000 രൂപ കൂടി. അപ്പൊ ആ ഒരു ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് ബിസിനസ്സിനെ ബാധിക്കും. പണിക്കൂലിയൊക്കെ വളരെ കുറവാണ്. ഈ നമ്മുടെ ചെറുകിട വ്യവസായത്തിൽ പണിക്കൂലി വളരെ കുറവ്. വലിയ കടകളിലെ ഉള്ളൂ 10%, 10. നമ്മളിവിടെ ഒരു 6%-ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വലിയ പ്രശ്നമുള്ളതല്ല. ഇപ്പോൾ സ്വർണത്തിന് മാത്രം 1,24,80. അത് പണിക്കൂലി ഉൾപ്പെടെ അതിൽ വാങ്ങിക്കുമ്പോൾ 1,30,000 രൂപ. ഒരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ സാധാരണ ആൾക്കാർ നോർമൽ പൈസ സാധാരണ ആൾക്കാർ സ്വർണത്തിന്റെ വാല്യൂ നോക്കിയിട്ടാണ് സ്വർണം വാങ്ങാൻ തീരുമാനിക്കുന്നത്. ഈ സമയത്ത് വാങ്ങിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും ലാഭിക്കാന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമോ? അപ്പൊ അവർക്ക് ഇങ്ങനെ പണം കൂടുന്നത് വലിയ രീതിയിൽ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ചില ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ബുക്കിംഗ് എടുക്കാറില്ല. നമ്മൾ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ദിവസവും വില കൊണ്ടോട്ട് ബുക്കിംഗ് എടുക്കാറില്ല. ചിലവർ വന്ന് എടുക്കാറുണ്ട്. വാങ്ങിച്ചിട്ട് കൊണ്ട് പണയം വെക്കും, വെച്ച് അവരെ പൈസ അഡ്ജസ്റ്റ് ചെയ്യും. ചിലവർ കുറയും, എന്തായാലും തിരിച്ച് താഴോട്ട് ഗോൾഡ് പോകും. ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്റെ വിശ്വാസത്തിൽ തിരിച്ചു പോവായിരിക്കും. ഇത്രയും വരെ കയറിയിട്ട് നിൽക്കും തോന്നുന്നുണ്ട്. തിരിച്ചിപ്പോ ഇറങ്ങി തുടങ്ങി. പക്ഷെ എത്ര ഇറങ്ങുമോ എനിക്ക് കൂടുതലായി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വെറുതെ ഇരിക്കാറില്ല. എല്ലാ കടകളും ഇതുപോലെ തന്നെയാണ്. 5 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞവരൊക്കെ ചെറിയ സാധനങ്ങൾ, ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കാനൊക്കെ പറഞ്ഞു. പക്ഷെ പഴയത് വിൽക്കാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവർ പക്ഷെ എല്ലാ കടകളിലും കയറി തന്നെ ചോദിച്ചിട്ടേ കൊടുക്കും. വാങ്ങിക്കാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ 7 സ്റ്റാഫുണ്ട്. ഇന്ന് 3 പേരെ വന്നിട്ടുണ്ട്. 4 പേര് മനഃപൂർവ്വം വരാത്തത്. കാര്യം അവർക്ക് തന്നെ അറിയാം വന്ന് വെറുതെ ഇരുന്നിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പരസ്പരം മനസ്സിലാക്കി കട മുന്നോട്ട് പോകും. അതെ, തീർച്ചയായിട്ടും. ആരുമില്ല, നിങ്ങൾക്ക് വരുമ്പം കണ്ടില്ലേ, ആരുമില്ല കടയിൽ. ഒരു കടകളിലും ആരുമില്ല. പിന്നെ ഈ സമയം നോർമലി കുറച്ച് ആൾ കുറവായിരിക്കും. ഉച്ച ശേഷം കുറച്ച് കുറവായിരിക്കും. ഈ വൈകിട്ട് ഒരു 5 മണി ശേഷം ആൾക്കാരാണ്. ഒരു ചെറിയ കമ്മല് പോലും 20,000 രൂപ. 1 ഗ്രാമിന്റെ ഒരു കമ്മൽ 20,000 രൂപ. ഇത് മുമ്പ് 5,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോ 20,000 രൂപ. ഒരു മാല ഇടണമെങ്കിൽ 1.5 ലക്ഷം രൂപ ആവും. അതെ, അവര് ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്.
അവർ ഈ കോയിൻസ് ഒക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇല്ല, അവര് നമ്മളെ തന്നെ വാങ്ങിക്കുള്ളൂ. ആഭരണങ്ങൾ കുറവാണ്, കോയിൻസ് ഒക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. കോയിൻസ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. അത് സമ്പാദ്യം പോലെ ചിലർ വാങ്ങിച്ചു വെക്കും. കൊച്ചു പിള്ളേരുള്ളവരൊക്കെ, പെൺകുട്ടികളുള്ളവരൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്. കൂടുതൽ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഒരു കാര്യം, കുറഞ്ഞാലും കൂടിയാലും ഞങ്ങൾക്ക് ഒരു തന്നെ. കുറഞ്ഞാൽ ഞങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഗോൾഡ് കിട്ടും, കൂടിയാൽ കൂടിയ വിലയ്ക്കേ കിട്ടുള്ളൂ. കുറയുമ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ പറ്റും, ബിസിനസ് നടക്കും. ചേട്ടാ, സ്വർണത്തിന്റെ വില ചില ദിവസങ്ങളിൽ ഒറ്റയടിക്ക് കൂടുന്നു, ചില ദിവസങ്ങൾ അതേപോലെ തന്നെ കുറയുന്നു. അപ്പോ എങ്ങനെയാണ് ഒരു ചെറുകിട വ്യാപാരം ചെറുകിട വ്യാപാരത്തിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ചാല കടയ്ക്കാത്ത ആരും വാങ്ങിക്കാൻ വരുന്നില്ല. ഈ വിലയ്ക്ക് ആരും വാങ്ങിക്കില്ല. വരണവരാണെങ്കിൽ വളരെ ചെറിയ അത്യാവശ്യം ഈ നൂലുകെട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും കല്യാണത്തിന് ഇപ്പം അങ്ങനെ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വാങ്ങിക്കാൻ പറഞ്ഞു. അതും ഈ വില കേൾക്കുമ്പോൾ ആർക്കും പറ്റില്ല. നമ്മുടെ കേരളത്തിൽ പൊതുവെ സാധാ ജോലിക്കാരല്ലേ, വളരെ ശമ്പളം 20,000 30,000 രൂപ ശമ്പളം ഉള്ളവരായിരിക്കും കൂടുതൽ. അവർക്ക് എങ്ങനെ 1 ഗ്രാം പോലും വാങ്ങിക്കുമെന്നുണ്ടെങ്കിൽ 20,000 രൂപയാവുന്നത്. അപ്പോൾ ഒരു മാല വാങ്ങിക്കണമെങ്കിൽ ഒരു പവനെങ്കിലും മിനിമം വേണം. അതിന് 1.5 ലക്ഷം രൂപ അടിവെച്ചാവും. 35-40 ലക്ഷം രൂപയാവും. അപ്പൊ അതുകൊണ്ട് ചെറുകിട കച്ചവടമുള്ളവരെ വളരെ കുറവാണ്. 100%. ഇപ്പം ഇന്നലെ ഇത്ര സമയമായി, 4 മണി കട വന്നിട്ട് 7-8 മണിക്കൂർ 5 പേരെന്തോ വന്നിട്ടുണ്ട്. ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ്. വില കൂടുതലല്ലേ, അവരെല്ലാവരും വന്നിട്ട് വില കൂടിപ്പോയി തന്നെയാണ് എല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നത്. 4 ഗ്രാം മോതിരൊക്കെ പറഞ്ഞവർ 1 ഗ്രാം മോതിരെടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് മാത്രമല്ല, ഇത് നമ്മളെ ബാക്കിലുള്ള പണിക്കാർക്കും ഇതേ ബുദ്ധിമുട്ടുണ്ടാവും. പണിക്കാർക്ക് പണിയില്ല, അവരെന്നും വരും എല്ലാം പണിയുണ്ട്. നമുക്ക് സെയിലുണ്ടെങ്കിൽ അവർക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മളെ കടയിൽ 7 പേരുണ്ട്. ഇന്ന് 2 പേര് അവധിയും കൂടെയാണ്. കാര്യം അവർക്കറിയാം വന്നിട്ട് കാര്യമില്ല, വെറുതെ ഇരുന്നിട്ട് പോവുകയില്ല. ഇന്ന് 2-3 ദിവസം കൊണ്ട് വെറുതെ ഇരുന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവര് മനഃപൂർവ്വം വരാതിരിക്കാം. ആ വരാതിരിക്കുന്നത് നല്ലതുമാണ്. അവർക്കെന്നെ അറിയാം, അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ. ഒരു ദിവസം ഒരു കട പോകണമെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ലും ഈ പണിക്കാരുടെ ശമ്പളവും ടാക്സ് കൊടുക്കണം, പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. 1 ലക്ഷം രൂപ വരെ എത്തുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ആശ്രയിച്ച സമയത്തിന് ഒരു പവന് അത്രയ്ക്ക് രൂപ ഉണ്ടാവുന്നുണ്ടല്ലേ. ഇപ്പൊ 1 ലക്ഷം കടന്നു. ഇപ്പൊ അങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാർക്ക് പാടാണ്. ഇപ്പൊ 1 ലക്ഷം കടന്നതിന് ശേഷം വളരെ ബുദ്ധിമുട്ടാണ്. ആരും സത്യം പറഞ്ഞ ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇപ്പൊ എനിക്ക് മാത്രമല്ല, ചാലക്കടയ്ക്കുള്ള എല്ലാ കടകൾക്കും ഇതേ സെയിം പ്രശ്നം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ബോർഡ് റേറ്റ് ആണ്. ഇത് സ്വർണ്ണത്തിന്റെ ബോർഡ് റേറ്റ്. ഇതിനേക്കാളും നമ്മുടെ ചാലക്കത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ 7 മുതൽ 8% വരെ പണിക്കൂലി പണിക്കുറവ് കൂടും. വലിയ കടകളിൽ അതിനേക്കാളും കൂടുതലാണ്. പക്ഷെ നമുക്ക് ചാലക്കത്ത് കുറവാണ്. വലിയ കടക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കുറവാണ്. പലിശല്ല, വാല്യൂ ആഡിഡ് കുറവാണ്. ഈ സ്വർണ്ണം ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. കാര്യം അത് കടക്കാർക്ക് മാത്രമേ ഹോൾസെയിലിൽ എൻട്രി ഉള്ളൂ. അപ്പൊ ഹോൾസെയിലില്ല. പക്ഷെ ഈ വലിയ കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള ആൾക്കാർ വലിയ കടകളിൽ പോകും. സാധാരണ ആൾക്കാർ നമ്മുടെ ചാലയിൽ തന്നെ ഇപ്പോഴും ആശ്രയിക്കുന്നുണ്ട്. പക്ഷെ ഈ സാധാരണക്കാർക്ക് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റാത്ത കാരണം ഈ വില കൂടിയതുകൊണ്ടാണ്. ഇപ്പൊ ഇതൊരു പ്രീഷ്യസ് മെറ്റലായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ അത് അവര് 1 രൂപ വാങ്ങിക്കുന്ന 1 ഗ്രാമിലോട്ട് വാങ്ങിക്കും പറഞ്ഞോടെ. പക്ഷെ സമ്പാദ്യം നിലയ്ക്കും വാങ്ങിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളുള്ളവരൊക്കെ 1 ഗ്രാമിന്റെ കോയിനും 2 ഗ്രാം കോയിനൊക്കെ എന്നെ വിളിച്ചത് കുറച്ച് മുന്നേ 3 ഗ്രാമിന്റെ കോയിൻ വാങ്ങിച്ച് എടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ അതൊക്കെ അവർ ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ ഇതിൽ കൂടി 1 ലക്ഷത്തിന് പുറത്തു പോവോ എന്നുള്ളതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഈ സമ്പാദ്യ രീതിയിൽ കോയിൻസ് വാങ്ങിച്ച് വെക്കാറുണ്ട്.
ഈ രീതിയിൽ തന്നെ ഏറ്റവും പോകണമെന്നാണ് അവരുടെ ഒരു കാര്യം നമ്മളെ ഈ കടക്കാരെ സംബന്ധിച്ചിടത്തോളം വില എത്ര കൂടിയാലും വില കുറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു ശതമാനം പ്രോഫിറ്റ് അത് എപ്പോഴും ഉള്ളത്. വില കുറഞ്ഞാലും വില കൂടി ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷെ വില കൂടുമ്പോൾ കസ്റ്റമർ പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം വില കുറയണമെന്ന് തന്നെയാണ്. ഒരു 70,000 80,000 രൂപയൊക്കെ ആയിരുന്നു ഇപ്പൊ അവനായിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാർ കുറച്ചുകൂടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. US പ്രസിഡന്റ് ട്രംപിന്റെ ഈ 100% ടാക്സും അത് കാരണം ഈ യുദ്ധഭീഷണി കാരണം തന്നെയാണ് സ്വർണ്ണത്തിന് വില. യുദ്ധഭീഷണി ആകുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും മറ്റുള്ള പ്രോഡക്റ്റിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് കുറച്ചിട്ട് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. നമ്മൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാം കുറഞ്ഞാൽ എത്ര കുറയും, കൂടത്തല്ലേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ സ്വർണ്ണത്തിന്റെ വില ഇപ്പം കൂടിക്കൊണ്ടു പോകുന്നത്. ഒരു പക്ഷേ യുദ്ധമൊക്കെ അവസാനിക്കുകയാണെങ്കിൽ പഴയതുപോലെ ഒരു 70,000 80,000 ആവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാ കൊള്ളാം. മൊത്തം വേൾഡിന്റെ 12% സ്വർണ്ണം ഇന്ത്യയിലുണ്ട്. ഇപ്പൊ എത്ര 890 എന്താ 890 ട്രില്യൺ കിലോ എന്തോ സംഭവം അത്രയും ഇന്ത്യയിലുണ്ട്. എല്ലാ രാജ്യക്കാരും സ്വർണ്ണം വാങ്ങിക്കില്ല. ഞങ്ങള് ഫീൽഡ് ഞങ്ങൾ എപ്പോഴും നോക്കാം. എല്ലാ രാജ്യക്കാരും ചൈന വാങ്ങിച്ചു കൂട്ടുകയാണ്. അതുകൊണ്ടാണ് വില കൂടുന്നത്. ഈ എല്ലാ രാജ്യം സ്വർണ്ണം വാങ്ങിക്കുന്നത് അല്ല, നമ്മളെ ഈ ഇവിടുത്തെ കസ്റ്റമർ വാങ്ങിക്കുന്നത് കൊണ്ടല്ല കൂടുന്നത്. ഈ ഓരോ രാജ്യങ്ങൾ അവർക്ക് നോട്ടടിക്കാൻ അവർക്ക് മണി പുറത്തെടുക്കുമ്പോൾ ഗോൾഡല്ലേ സ്റ്റോക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർ ഗോൾഡ് വാങ്ങിക്കും. അത് കാരണം ഗോൾഡ് വില കുടിക്കും. അല്ല, അത് സത്യമാണ്. അത് ചെറിയ ചെറിയ കടക്കാർക്ക് ഷോപ്പ് അടച്ച് പോകേണ്ടി വരും. കാര്യം ഒന്നും ഒരു കട നടന്നു പോകണമെങ്കിൽ ഇന്ന് എന്റെ ഈ കട നടന്നു പോകണമെങ്കിൽ ഒരു ദിവസം 7,000 8,000 രൂപ വേണം. അപ്പൊ 7,000 8,000 രൂപ എനിക്ക് തരണമെങ്കിൽ എനിക്ക് എന്ത് സെയിൽ ഉണ്ടാവണം? എനിക്ക് ഒരു പാവം വിറ്റ് അങ്ങനെ നമുക്ക് ലാഭം കിട്ടില്ല. അതിൽ ഒരു 2% വില കിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ ആദ്യം സ്റ്റാഫിനെ കുറയ്ക്കും. ഇത് പറ്റാതെ വരുമ്പോൾ സ്വന്തമായി നടത്താൻ നോക്കും. പിന്നെ അവർ തീർച്ചയായും അടച്ചു. ചെറിയ കടക്കാർ എന്തായാലും കുറെ ആൾക്കാർ ഓൾറെഡി മതിയാക്കി കഴിഞ്ഞു. ഈ വർദ്ധിച്ചത് കൊണ്ട് അവർക്ക് ബിസിനസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ ഇതൊക്കെ മതിയാക്കുന്നത്. അപ്പൊ അവരും ഇപ്പം ഈ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും തൊഴിൽ നോക്കി പോകാറുണ്ട്. ചിലവർ പോയിട്ടുണ്ട്. ചില കടക്കാർ കടയെ മാറ്റി. അദ്ദേഹം ഈ ചാലയിൽ പകുതിക്ക് അപ്പുറത്ത് പോകുമ്പോൾ ഒരുപാട് ജ്വല്ലറിക്കാർ കട മാറ്റിയിട്ട് തിരിക്കടയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാർ ഹോട്ടലാക്കിയിട്ടുണ്ട്. പല രീതിയിലോട്ട് മാറി അവർക്ക് അറിയുന്ന രീതിയിലൊക്കെ മാറി പോകുന്നുണ്ട്.